എല്ലാ മഹത് വ്യക്തികൾക്കും നമസ്കാരം. ഈ സീതാരാമസേനയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളുടെയും പാദ നമസ്കാരം ചെയ്യുന്നു. ഒപ്പം കുഞ്ഞു മക്കൾക്ക് സ്നേഹ നമസ്കാരം ചെയ്യുന്നു. ഇതൊരു ചരിത്ര സംഭവമാണ്. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല എന്ന് ആദ്യം മുതൽ പറയുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്കിൽ പിന്നെ എന്തിനാണ് സീതാരാമസേന എന്ന് ഈ ഗ്രൂപ്പിന് നാമകരണം ചെയ്തിരിക്കുന്നതെന്ന്. സീതയോ രാമനോ സേനയോ ഒന്നും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഭാഗമല്ല, ആകാനും പാടില്ല. ജാതി സമത്വത്തെ ഏകുകയില്ല, മതമോ അതിനൊട്ടും അനുവദിക്കുകയുമില്ല. നമ്മൾ ഏറെ പ്രതീക്ഷിച്ച ആ രാഷ്ട്രീയമോ നമുക്ക് ഈക്വാലിറ്റിയെ സാധ്യമാക്കി തരുമോ? ഇല്ല. ത്രേതായുഗത്തിലും മാത്രമല്ല, എക്കാലത്തെയും പാപത്രയങ്ങളാണ് ഈ ആധ്യാത്മികതയും ആദിഭൗതികതയും ആദിജൈവികതയും. അപ്പോൾ ജാതി കൊണ്ടോ മതം കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ ഈ പാപത്രയങ്ങളെ അകറ്റുക സാധ്യമല്ല. ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രൻ ഈ പാപത്രയത്തിൻ്റെ ത്രയംബകത്തെ കുലച്ചടിച്ചപ്പോൾ എഴുത്തച്ഛൻ്റെ വരികളിലൂടെ നമുക്കൊന്ന് കേൾക്കാം. വില്ലൊടിഞ്ഞൊച്ച കിട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പറയുന്നു. സേന എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുന്ന ഒരു വിഭാഗം, ആക്രമിക്കുന്ന ഒരു വിഭാഗം എന്ന് മാത്രമായിരുന്നു അത്രയും നാൾ വിചാരിച്ചിരുന്നത്. ക്ഷത്രിയ വീര്യത്താൽ മനുഷ്യരെ കൊന്നു തള്ളുന്ന, അക്രമം നടത്തുന്ന, യുദ്ധം മാത്രം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് ക്ഷത്രിയ വീര്യം അധപ്പതിച്ചു നിന്നു. അപ്പോഴാണ് മിഥിലയിലെ സീതയുടെ നാടിനെ, സീമന്തം പോലും ഇല്ലാതിരുന്ന സീതയുടെ നാടിനെ സീമന്തമണിയിക്കുന്ന ആ സിദ്ധാന്തം രാമൻ അവതരിപ്പിച്ചത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായ നിന്ന പരമാചാര്യരുപഹരേ നാരായണായ. അപ്പോൾ ആ പാപത്രയത്തെ മൂന്നായി ജനങ്ങൾ പിരിഞ്ഞു നിന്ന ആ അവസ്ഥയെ ആധ്യാത്മികതയും അതിഭൗതികതയും അതിജൈവികതയും പറഞ്ഞ് മൂന്നായി ലോകം പിരിഞ്ഞു നിന്നപ്പോൾ അതിനെ ഒന്നായി ചേർത്ത് വെച്ച ആദ്യ വേദാന്ത വേദ്യവാക്കിൻ്റെ വേദത്തിന് കാരണമായിരിക്കുന്നത് സീതയാണ്, ആദ്യത്തെ ലക്ഷ്മി. ക്ഷത്രിയ വീരത്താൽ ചോരക്കളങ്ങളിലൂടെ മാരകായുധവും പേറി നടന്ന സേനയെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി മാറ്റിത്തിരിച്ചത് ശ്രീരാമചന്ദ്രൻ്റെ ആ സിദ്ധാന്തമാണ്. അപ്പോൾ എന്തായിരിക്കും മിഥിലയിൽ രാമൻ അവതരിപ്പിച്ച ആ സിദ്ധാന്തം? ആദ്യ വേദാന്ത വേദ്യവാക്യനെന്ന് പറയുന്ന ആ ശ്രീരാമചന്ദ്രൻ്റെ, ആ സീതാപതിയുടെ ആ സിദ്ധാന്തം എന്തായിരിക്കും? ക്ഷത്രിയ ധർമ്മം യുദ്ധമാണെന്ന് ധരിച്ച ക്ഷത്രിയ വീരന്മാരെ യുദ്ധത്താൽ തന്നെ കൊന്നൊടുക്കി 21 വട്ടം ഭൂർലോകത്തിൽ ചുറ്റി നടന്ന് ക്ഷത്രിയ നിഗ്രഹം നടത്തി ആനന്ദിച്ച പരശുരാമൻ്റെ ആയുധം താഴെ വെപ്പിക്കണമെങ്കിൽ ആ സിദ്ധാന്തം എന്തായിരിക്കണം? ആ അറിവ് എന്തായിരിക്കും? എന്തായിരിക്കും അത്രയും വലിയ അറിവ് അല്ലേ? അറിയണ്ടേ നമുക്കത്? ഈ സീതാരാമസേനയുടെ ആപ്തവാക്യം അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സമത്വമാണ് ലക്ഷ്യം, സുരക്ഷയാണ് ആവശ്യം, അറിവാണ് ആയുധം. ആ അറിവാണ് നമ്മുടെ ആയുധം. സമത്വമാണ് നമ്മുടെ ലക്ഷ്യം, സുരക്ഷയാണ് ആവശ്യമെങ്കിൽ അറിവാണ് ആയുധം. ആ ആയുധം ആത്മീയതയാണ്. ആ ശ്രീരാമചന്ദ്രൻ്റെ ആ അറിവ്, ആ വെപ്പൺ ആത്മീയതയാണ്. അപ്പോൾ ആത്മീയത നമുക്ക് ഇഷ്ടമാണ് എന്ന് വെറുതെ പറയാം. എനിക്ക് ആത്മീയത ഇഷ്ടമാണ്, ആത്മീയ പ്രഭാഷണങ്ങൾ ഇഷ്ടമാണ്. ആത്മീയ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഭിരുചികൾ പറച്ചിലല്ല, നമ്മളുടെ അഭിപ്രായങ്ങൾ പറച്ചിലല്ല. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? മതം. ആ അഭിപ്രായങ്ങളല്ല ആത്മീയത. ജ്ഞാനമല്ല ആത്മീയത. അറിവല്ലേ ആത്മീയത? അറിവുമല്ല ആത്മീയത. ജ്ഞാനത്തെക്കാൾ 5 തലം മേലെയാണ് വിജ്ഞാനം. ആ 5 തലം ഏതാണെന്നറിയോ? സ്പർശിച്ച് രുചിച്ച് മണത്ത് കണ്ട് കേട്ട് അറിയുന്ന 5 തലം മേലെയാണ് വിജ്ഞാനം. സുപ്രീം ആബ്സല്യൂട്ട് നോളജാണ് വിജ്ഞാനം. അതുമല്ല ആത്മീയത. സീതാരാമസേനയുടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, അറിവിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത്? പീഡിയയിലും വിക്കിപീഡിയയിലും അതുപോലെ തന്നെ ജെമിനിയിലുമെല്ലാം നമുക്കത് കിട്ടുമല്ലോ. ആ അറിവ്, വിജ്ഞാനം നമുക്ക് ഇതിലെല്ലാം കിട്ടും. പക്ഷേ അതല്ല ആത്മീയത. അഭിരുചി, അഭിപ്രായം, ജ്ഞാനം, വിജ്ഞാനം, അതിനു മേലെയാണ് ആത്മീയത. അപ്പോൾ അഭിരുചി എന്താണെന്നറിയാം? ഒരമ്മയോട് മക്കളെക്കുറിച്ച് ചോദിച്ചാൽ എൻ്റെ മോള്, എൻ്റെ മോൻ വളരെ നല്ല ആളുകളാണെന്ന് പറയും.
എൻ്റെ മോൻ വളരെ ശുദ്ധനാണ്, പാവമാണെന്ന് പറയും. ചിലപ്പോൾ രാജ്യദ്രോഹിയായിരിക്കാം. അപ്പോൾ അമ്മയുടെ അഭിരുചി കേട്ടാലോ, അത് അറിവാകില്ല. അപ്പം നമ്മളുടെ അഭിരുചികൾ അങ്ങനെയാണ് പോകുന്നത്, നമ്മളുടെ അറിവ് ഇഷ്ടത്തിനനുസരിച്ചാണ് പോകുന്നത്. ഇനി അഭിപ്രായമോ? അഭിപ്രായം അറിവാണോ? അല്ല. അഭിപ്രായം എപ്പോഴും അഭിപ്രായം മാത്രമാണ്, അറിവാവില്ല. അതും പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ഒരാളെ പറ്റി പറയുകയാണ്, ആ ആളെ വിശ്വസിക്കാട്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാം. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ കറക്റ്റാണ് ഇത്രയും നാളായിട്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പൊയ്ക്കോളും, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും അദ്ദേഹം ചെയ്തു തരും. ഇത് നമ്മളുടെ ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായം ശരിയാകണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ കറക്റ്റായിരുന്നു, പക്ഷേ അവിടെ അയാൾ റൈറ്റ് അല്ലായിരിക്കാം. അപ്പോൾ നമ്മളുടെ അഭിപ്രായം തെറ്റിയില്ലേ? നമ്മളിവിടെ നല്ലതാണെന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് അവിടെ അനുഭവത്തിൽ വന്നത് എന്താണ്? മറ്റൊന്നാണ്. അപ്പോൾ നമ്മളുടെ അഭിപ്രായം തെറ്റിയില്ലേ? അത് അറിവല്ലാത്തത് കൊണ്ടാണ് അഭിപ്രായമായിട്ട് നിൽക്കുന്നത്. ഒരാളെപ്പറ്റി നമ്മൾ പറയുമോ, എനിക്ക് അയാളെക്കുറിച്ച് നല്ല വിജ്ഞാനമുണ്ടെന്ന്? അങ്ങനെ പറയാൻ പറ്റും നമുക്ക്? അയാളെക്കുറിച്ച് എനിക്കൊരു ജ്ഞാനമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയാളെക്കുറിച്ച് എനിക്കറിയാം, ഒരു അഭിപ്രായമുണ്ട്, അത്രയേ ഉള്ളൂ. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരാളെക്കുറിച്ച് നമുക്ക് വിജ്ഞാനമുണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അതുപോലെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ കാര്യം. ജ്ഞാനമാണ്. കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതൊരു ജ്ഞാനമാണ്, അറിവാണ്. പക്ഷെ അത് വിജ്ഞാനമാണ്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, അല്ലേ? പക്ഷേ അതൊരു ജ്ഞാനമാണ്, വിജ്ഞാനമല്ല. സ്പർശിച്ച് രുചിച്ച് മണത്ത് കണ്ട് കേട്ട് അറിയുന്നതാണ് വിജ്ഞാനം. വിശേഷേണ അഞ്ചും ചേരുമ്പോഴും അതിൻ്റെ അർത്ഥത്തെ നഷ്ടപ്പെടാതിരിക്കുന്നത്. സുപ്രീം അൾട്ടിമേറ്റ് നോളജാണ്. അതായത് ഹൈക്കോടതിക്ക് മേലെയാണ് സുപ്രീം കോടതി, പരമോന്നത നീതിപീഠം. പക്ഷേ ആ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിക്ക് മേലെയാണ് ആത്മീയതയുടെ വിധി, ആത്മീയതയുടെ തലം. അപ്പോൾ ആ തലം എന്തായിരിക്കും? നോളജിനേക്കാൾ വലുതായിട്ടുള്ള ആത്മീയതയുടെ തലം, ആ ആത്മീയതയുടെ ഭാഷ, ആ ആത്മീയതയുടെ അറിവ് എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിജ്ഞാനം തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്ത് വെറുതെ പറയുന്നതല്ലേ. അപ്പം ഞാനത് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മിസൈൽ ഉണ്ടാക്കുന്നത്, ബോംബുണ്ടാക്കുന്നതെല്ലാം വിജ്ഞാനമാണ്. വളരെ വലിയ വിജ്ഞാനശാഖയാണത്. പക്ഷേ അത് ഒരു കാലത്ത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ലോകത്ത് അത് നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതുമെല്ലാം തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ജീവലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കരുത് എന്ന് പറയേണ്ടി വരില്ലേ? ജീവലോകത്തിൻ്റെ നന്മയെ കരുതി അത് ഉപയോഗിക്കരുത്, ഉണ്ടാക്കരുത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ബോംബുണ്ടാക്കലല്ല, മിസൈൽ ഉണ്ടാക്കലല്ല ആത്മീയത. സ്പിരിച്വാലിറ്റി മീൻസ് ദ പ്യുവർ അൺചേഞ്ചിങ് നോളജ് ഓഫ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. അപ്പം നമുക്ക് തുടരാം. ഒരമ്മയുടെ മക്കളെ പോലെ. അതിനേറ്റവും നല്ലത് ഭാരതാംബയുടെ മക്കളായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരമ്മയുടെ മക്കളായിട്ട് തുടരാം. അപ്പം നമസ്തേ, എല്ലാവർക്കും നമസ്കാരം.